ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വെള്ളത്തിലെ pHൻ്റെ അളവിനെ കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, പലരും നമ്മോട് പരാതി പറയാറുണ്ട്. ഞങ്ങൾ ഫിഷിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഫിഷിനെ കൊണ്ടുവരുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴത്തേന് അത് ചത്തു പോവുകയാണെന്നുള്ള പരാതി. കല്ലുപ്പിട്ട് നോക്കും, അതുപോലെ തന്നെ ഫിഷുകൾക്കുള്ള മെഡിസിനൊക്കെ കൊടുത്തു നോക്കുമെങ്കിലും എന്നിട്ടും ഫിഷുകളൊക്കെ ചത്തു പോകുന്നു എന്നുള്ള പരാതി നമ്മോട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ്, അതായത് വെള്ളത്തിലെ pHൻ്റെ അളവ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 90% ഫിഷുകൾ നല്ല വളർച്ചയും നല്ല രീതിയിൽ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന രീതിയാണ് നിങ്ങൾ കാട്ടിത്തരാൻ വേണ്ടത്. ഇത് അക്വഫിഷിൻ്റെ ഷോപ്പ്, അക്വഫിഷ് പോലുള്ള ഷോപ്പുകൾ, അതേപോലെ ഫിഷുകളെ ഷോപ്പുകളിലൊക്കെ ഈ ലായനി നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വില 100 രൂപ. ഈ ടെസ്റ്റ് ട്യൂബ് ഇതൊക്കെ അടക്കം 105 രൂപയാണ് ഷോപ്പുകൾ ഉള്ളത്. അപ്പോൾ ഇത് മേടിക്കാൻ കിട്ടും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ pHൻ്റെ അളവ്. ഇതിന് കൊടുത്തിരിക്കുന്നതിൻ്റെ അളവിൻ്റെ കണക്ക് 1 മുതൽ 12 വരെയാണ് ഇതിൻ്റെ അളവ്. പല കളറുകളിലായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളറ്, നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ 1, 2, 3, 1 മുതൽ 12 വരെ ഉള്ളത് നമുക്ക് 7, 8, 9 ഇതാണ് ഫിഷുകൾക്ക് ആവശ്യമായതുള്ള ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട്. അതിൻ്റെ കളർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കളറ് പച്ച, അതുപോലെ തന്നെ ഇളം പച്ച, അതെ, അങ്ങനെ 3 കളറിലാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ആ കളറാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫിഷുകൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റ് ട്യൂബാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എമറാൾഡ് ഗ്രീൻ എന്ന ഗപ്പി ഫിഷാണ്. ഇതിൻ്റെ കുളത്തിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ട്യൂബിൻ്റെ പകുതിയാണ് ആവശ്യം. അപ്പോൾ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. പകുതി ഇതിലേക്ക് നമുക്ക് ഈ ലായനിയിൽ നിന്ന് ലിക്വിഡ് നമുക്കിതിന്ന് 4 തുള്ളിയാണ് ആവശ്യം. 4 തുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടോ. ഇതൊന്ന് കുലുക്കുക. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ അളവ് നമുക്ക് ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ 9, 7, 8, 9 ഈ കളറാണ് ഫിഷിന് ആവശ്യമായത്. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ 7 തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പച്ച കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫിഷുകൾ. ഈ കളർ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫിഷുകളൊന്നും ചത്തുപോകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കളർ എല്ലാവരും കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു കുളത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ആൽബിനോക്കോയി പിങ്കെന്ന് നമ്മൾ ലേശം വെള്ളം എടുക്കുക. അപ്പോൾ ഈ വെള്ളം അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തത് എമറാൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞ ഫിഷിനിട്ടുന്ന അക്വേറിയത്തിൽ നിന്ന് കുളത്തിൽ നിന്നുള്ളതാണ്. ഇത് നമ്മൾ ആൽബിനോക്കോയി പിങ്കു പറഞ്ഞ കുളത്തിൽ നിന്നാണ് ഈ വെള്ളം എടുത്തത്. അപ്പോൾ ആ 2 വെള്ളത്തിന് ടെസ്റ്റ് എങ്ങനെ നമുക്ക് പരിശോധിക്കാം. ഇതിന് മുമ്പ് കിട്ടിയത് നമുക്ക് കറക്റ്റ് 7 കിട്ടിയിട്ടുണ്ട്, പച്ച കളറിൽ. ഇതെങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. പറഞ്ഞ പോലെ പകുതി, 4 തുള്ളി. ഇത് നല്ല നീല കളറിലാണ് കിട്ടിയിട്ടുള്ളത്. നീല കളർ നമ്മൾ ഇതിൽ പരിശോധിക്കാം.
നീല ഏകദേശം 9. നമുക്ക് 6, 7, 8 നമ്മളെ കറക്റ്റ് ഫിഷുകൾക്ക് ആവശ്യമുള്ളത്. 9 ആകുമ്പോൾ പി എച്ചിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. 9 കുഴപ്പമില്ല. 10 ആകുമ്പോൾ എന്നാലും നമുക്ക് ഇതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്ര കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് കുറക്കാൻ ഈ ബദാമിൻ്റെ ഇലയൊക്കെ ഇട്ടാൽ കുറക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പി എച്ചിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഇത് ഈ പച്ചയിൽ നിന്ന് നമുക്ക് ഈ ഓറഞ്ച് ടൈപ്പൊക്കെ 4, 3 ഒക്കെ ആകണമെങ്കിൽ കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് അപ്പക്കാരല്ലേ സോഡ അപ്പക്കാരം, അത് നമുക്ക് ഒരു ടീസ്പൂണിൻ്റെ 1/4 ഭാഗത്തിൻ്റെ പകുതി ഒരു 50 ലിറ്റർ വെള്ളത്തിൽ, ഒരു 30 ലിറ്റർ വെള്ളത്തിൽക്കൊക്കെ അത്ര ഇടാൻ പറ്റുള്ളൂ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ഫിഷുകൾ ചത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച്, അതൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ നമുക്ക് ഏകദേശം ഈ പച്ച കളറ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഫിഷുകൾ, ഇതിപ്പോൾ നമുക്ക് ആഴ്ചയിലോ 15 ദിവസത്തിലോ ഒക്കെ ഇതുപോലെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ഫിഷുകൾ യാതൊരു ബുദ്ധിമുട്ടില്ല, 90% യാതൊരു കുഴപ്പവുമില്ലാതെ ഫിഷുകൾ വളർച്ചയെത്തും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഫംഗസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങളെ കുറേ കാലത്തിന് അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഫിഷുകൾ വളരാൻ കഴിയും. അപ്പോൾ ഈ കൂടുതൽ കുളങ്ങളൊക്കെ കുത്തി ഫിഷുകളൊക്കെ വളർത്തുന്നവർക്ക് നല്ല ഉപകാരപ്പെടും. കാരണം അവർ കൂടുതൽ ഫിഷുകളൊക്കെ ചെയ്ത് വലുതാകുമ്പോൾ ഫിഷുകളൊക്കെ പെട്ടെന്ന് ചത്തു പോകുമ്പോൾ ആകെ ടെൻഷൻ അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള പി എച്ചിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫിഷിനെ വളർത്തുക. നല്ല ക്ലിയറായിട്ട് ഫിഷുകളെ വളർത്താം. ഞാനിപ്പോൾ ഈ ചെയ്ത 2 ടെസ്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 7 കിട്ടിയത് കറക്റ്റ് ഫിഷിന് ആവശ്യമായ വെള്ളത്തിൻ്റെ പി എച്ച് അളവായിരുന്നു. അത് രണ്ടാമത് കൂടുതൽ നീല കളറാണ് വന്നത്. ഇതാണ് ആ കളറ്. ഇത് ഫിഷുകൾ ഓവർ വന്നു കഴിഞ്ഞാൽ ചാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറക്കാനുള്ള ഇത് ഞാൻ പറഞ്ഞു. അതുപോലെ കൂട്ടാനുള്ള പി എച്ചിൻ്റെ അളവ് കുറഞ്ഞാൽ കൂട്ടാനുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.